തീരാദുരിതത്തിൽ മുങ്ങിത്താഴുന്ന ചാക്ക സ്വദേശി രാഗിണിയമ്മയ്ക്ക് സഹായഹസ്തം തേടി കുടുംബം. 10 വർഷം മുൻപ് നീക്കം ചെയ്ത മുഴ വീണ്ടും വളർന്നതോടെ ശസ്ത്രക്രിയയ്ക്കും തുടർചികിത്സയ്ക്കുമായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ അമ്മ. കാണുന്നതാണ് രാഗിണിയമ്മയുടെ വീട്. ടാർപോളിയും ഫ്ലക്സ് ബോർഡും ഉപയോഗിച്ച് മറച്ച ഈ ഒറ്റമുറി വീട്ടിൽ അന്തിയുറങ്ങുന്നത് 3 പേർ. ഒരു കട്ടിലിൽ ഒരുമിച്ച് കിടക്കുന്ന അച്ഛനും അമ്മയും മകനും. ഇതൊന്നും കൊണ്ട് തീരുന്നില്ല രാഗിണിയമ്മയുടെ ദുഃഖം. 10 വർഷം മുൻപ് വയറ്റിൽ നിന്ന് നീക്കം ചെയ്ത മുഴ വീണ്ടും വളർന്നു വന്നതോടെ ഈ നിർധന കുടുംബം പൂർണ്ണമായും തളർന്നിരിക്കുകയാണ്. കാല് നീട്ടി 3 വരിക്ക് കിടക്കാൻ പറ്റുമോ? ഉറക്കമൊക്കെ കഴിഞ്ഞ് അടുത്തൊക്കെ ഇരിക്കുന്ന ഇത് തുടങ്ങി നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് ഇത് നമുക്ക് പരിശോധിച്ചപ്പോഴാണ് ഇവിടെ കട്ടി വളർന്നപ്പോൾ ഇത്രയായിപ്പോയി, ഇതിനേക്കാളും ഡബിളായിപ്പോയി. പിന്നെ അന്ന് അങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു. നമുക്കൊരിടത്ത് ഒരിടവും ഇല്ല, ഒരു സ്ഥലത്ത് ഒത്ത് കിടക്കാനോ ഒരിടവും ഇല്ല, പാടം എടുത്ത് കിടക്കാനുള്ള ഗതിയും ഇല്ല. എങ്കിൽ നമ്മളിത് വാടകയ്ക്ക് ചെന്ന് കിടക്കുന്നത്, പാടം എടുത്ത് കിടക്കാനും ഒരു ഗതിയില്ല. ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്തതാണ്, ചെയ്തിട്ട് ഇപ്പം അത് കണ്ടുകൂടാ. പിന്നെ ഇത് പരിചയം കണ്ടുകൂടാ. അതുകൊണ്ട് ഒരിടത്തും പോലും ഇവിടെ തന്നെ ഇതിനകത്ത് തന്നെ ഇരിക്കും. ഒരു കിടക്കാടം പോലും ഇല്ല. ഒരു മുറിക്കകത്ത ഞാനും എൻ്റെ ഭാര്യയും മോനും കിടക്കുന്നത്. ഈ ഒരു കട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നത്. മുമ്പ് കരിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, അതില്ല. ഇപ്പം അമ്പലത്തിലത്തേക്ക് പേട്ട കാഞ്ഞിരവള ക്ഷേത്രത്തിലും കണിയാട്ടിയമ്മൻ കോവിലും കൊടുക്കും. ഇപ്പം കണിയാട്ടിയമ്മൻ കോവിൽ മാത്രം ഒരു കരിക്ക് കൊടുക്കും. അത് 50 എണ്ണം ഇറക്കി വെച്ചാൽ ഒരു കരിക്ക് അവിടത്തേക്ക് കൊടുക്കും. എന്നും വൈകിട്ടും രാവിലെ ഓരോ കരിക്ക് വീതം കൊണ്ട് കൊടുക്കും. വേറെ ഒരു നിവൃത്തിയില്ല. വേറെ ആരും എന്നെ നമ്മളെ സഹായിക്കാൻ എൻ്റെ ബന്ധുക്കളും ഇല്ല, അയൽക്കാരും ആരും ഇല്ല ഞങ്ങളെ സഹായിക്കാൻ. ഞങ്ങൾ ഇവിടെ കിടന്ന് ചത്താൽ പോലും ആരും തിരിഞ്ഞു നോക്കില്ല. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വരുന്ന ഭീമമായ ചെലവ് വഹിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ജനം, തിരുവനന്തപുരം.